വീണ ടിയുമായി ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പ് ഷെൽ കമ്പനിയാണെന്ന സംശയം. കമ്പനിയുടെ ഓഫീസ് കോഴിക്കോട് പന്തീരാങ്കാവിലാണ് പ്രവർത്തിക്കുന്നത്. 3 നില കെട്ടിടത്തിലെ ഒറ്റമുറിയിലെ സ്ഥാപനം അടഞ്ഞുകിടക്കുകയാണ്. കമ്പനി വിവരങ്ങൾ വെള്ളപ്പേപ്പറിൽ എഴുതി ഒട്ടിച്ച നിലയിലാണ്. അതേസമയം തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണങ്ങളാണെന്നും നിയമപരമായി നേരിടുമെന്നും PA മുഹമ്മദ് റിയാസ് FBയിൽ കുറിച്ചു. കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിൽ പന്തീരങ്കാവിൽ നിന്ന് 200 മീറ്റർ മാറി മണക്കടവ് റോഡിലെ 3 നില കെട്ടിടത്തിലെ 1-ാം നിലയിലെ ഒറ്റമുറിയിലാണ് ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന സ്ഥാപനത്തിന്റെ ഓഫീസ്. ഷട്ടർ അടഞ്ഞുകിടക്കുന്നു. കമ്പനിയുടെ പേരും വിലാസവും GST നമ്പർ ഉൾപ്പെടുന്ന വിവരങ്ങൾ വെള്ളപ്പേപ്പറിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. വീണയ്ക്കൊപ്പം സ്ഥാപനത്തിന്റെ പാർട്ണറായ ഡോക്ടർ അനീസിന്റെ പേരിൽ 2023 മുറി വാടകയ്ക്കെടുത്തത്. മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണെന്നും ഇടയ്ക്ക് മാത്രമേ ഓഫീസിലേക്ക് ആളുകൾ എത്താറുള്ളൂവെന്നും കെട്ടിട ഉടമ മുഹമ്മദ് അലി പറഞ്ഞു. ഈ സ്ഥാപനത്തിൽ 10,94,000 രൂപയുടെ പങ്കാളിത്തം വീണയ്ക്കുണ്ടെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PA മുഹമ്മദ് റിയാസ് സത്യവാങ്മൂലം നൽകിയിരുന്നു. സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടും ED നേരത്തെ മരവിപ്പിച്ചിരുന്നു. അതേസമയം 2 തവണ ഫോണിലൂടെ വിവരങ്ങൾ തിരക്കി ED റിയാസിനെ ബന്ധപ്പെട്ടെന്നും വീണയുടെ അക്കൗണ്ടിൽ നിന്ന് റിയാസിന്റെ അക്കൗണ്ട് വഴി വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം പോയെന്നുമുള്ള മലയാള മനോരമ വാർത്ത പച്ചക്കള്ളമാണെന്ന് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും റിയാസ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്.